സമയം ഒരുപാടായി. ധന വീട്ടിൽ പോണ്ടേ? വിഷ്ണുവിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നുപോകും. മരിക്കോളം ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ. RK സാറിന് ഐഡിയയിലേക്ക് എന്നെ കത്തയച്ചിട്ടുണ്ട്. എന്റെ സ്പോൺസറായ വലിയ മനുഷ്യൻ നമ്മെ സഹായിക്കാതിരിക്കില്ല. അപ്പൊ നമ്മൾ എന്നാ പോവുക? ഉടനെ. അല്ലെങ്കിൽ വിഷ്ണുവിനെ ഞാൻ നഷ്ടപ്പെടും, തീർച്ച. ഈ ലോകത്ത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഞാൻ. എന്റെ ഡയന അല്ലാതെ. നീ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇല്ല, ഞാൻ അനുവദിക്കില്ല. വിഷ്ണു, ഡയന, പ്ലീസ് ഡേവിഡ്, നാളെ വേണ്ട. നോ 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 നോ, വി ആർ ആൾറെഡി ഫിക്സഡ് ദി പ്രോഗ്രാം. നാളെ നമ്മൾ പോകുന്നു. ഡയന, എന്താ ഡയനയ്ക്ക്? നിന്റെ തോന്നിയാസങ്ങളൊന്നും ഈ വീട്ടിൽ നടക്കില്ല. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. തർക്കത്തിനും പറയുന്നോടി. എന്നെ കൊണ്ട് പറയിക്കുന്നത് നിങ്ങളാ. ഞാൻ നിന്റെ ചുറ്റമ്മയാണ്, സ്റ്റെപ്പ് മദർ. അതുകൊണ്ട് പെറ്റമ്മയാവില്ലല്ലോ. ഒരു സ്റ്റെപ്പ് മദർ. ഡയന, അലവണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. യു ഇഡിയറ്റ്. മേലിൽ എന്നെ ഭരിക്കാൻ വരരുത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിന്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്കിതല്ല ആശ്വാസം. എന്റെ വീടൊരു കാരാഗ്രഹമാ. നിന്റെ ചുറ്റുമ്മ കാറിൽ പോകുന്നുണ്ടല്ലോ. അവന്മാരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുക. ലക്ഷ്മി, ഇനി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആ ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഡയാന, വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ ഏക ആശ്വാസം. ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ലക്ഷ്മിയുടെയൊക്കെ സഹായം വേണ്ടി വരും. ഡയന, ഇതെല്ലാം എനിക്കാണോ? എന്റെ വിഷ്ണു ഈ ഡ്രസ്സൊക്കെ ധരിച്ച എന്ത് ഭംഗിയായിരിക്കും. ഒരുപാട് രൂപയായിട്ടില്ലേ? എനിക്കുള്ളതെല്ലാം എന്റെ വിഷ്ണുവിനുള്ളതല്ലേ. ഞാൻ എന്റെ ഡ്രസ്സിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എപ്പോഴാ നമ്മൾ പോവുക? ഇന്നലെയും വഴക്കായിരുന്നു. RK സാറിന്റെ മറുപടി വന്നില്ലല്ലോ. പിന്നെന്താ ചെയ്യുക? ഒന്ന് ചെയ്താൽ മതി. എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഓർഫനേജിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതി. ഞാൻ ഉടനെ എത്താം. ഫോൺ ഇരിക്കുന്ന മുറിയില്ല ഞാൻ കിടക്കുന്നത്. ഇതെങ്ങാനും ഡയനയ്ക്ക് മനസ്സിലായാൽ അവളുടെ ഡാഡിയുടെ സിംഗിൾ പൈസ എനിക്ക് കിട്ടില്ല. യു ഡോണ്ട് വറി ആന്റി. കിളവൻ സ്വത്ത് മുഴുവൻ ആ റാസ്കലിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആന്റി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഞാൻ അവളെ വളച്ചോളാം. അവള് ചില്ലറക്കാരിയൊന്നുമല്ല. ഞാനിത് എത്ര കണ്ടതാ. ആന്റിയുടെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ. എനിക്ക് ഡയനോട് എന്തിഷ്ടമാണെന്നോ. ഐ ലൈക്ക് വെരി മച്ച്. കൈയെടുക്കാൻ നീ ഇവിടെ നിന്ന് പോകണ്ട. നമുക്കിവിടെ സുഖിച്ച് ജീവിക്കാം. ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഇല്ല, എന്നെ വിട്. അങ്ങനെ ഇവിടെ അപ്പൊ കൊള്ളാമല്ലോ കക്ഷികള്. അയ്യോ, ഈ നാറ്റ കേസ് എന്നെ കൊണ്ട് കൈകൊണ്ടെടുക്കാൻ പയ്യ. ആ കാലയിലോട്ട് ഒന്നിട്ടേ. ഞാൻ അല്ല, സ്വാമി കിടക്കുന്നുണ്ടല്ലോ. കാലത്തെ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എന്തോ ഈ കാട് മുഴുവൻ നീ ചുറ്റിപ്പിച്ചിട്ട് ഒരു പുതിയ ചെടി പോലും കാണിച്ചിരുന്നില്ലല്ലോ. അല്ല, പിന്നെ നീ എന്തോന്ന് ഗോവിന്ദനടാ. അല്ല, സ്വാമിയുടെ കൂടെ കാലത്ത് തുടങ്ങി ചുറ്റി കറങ്ങുന്നോണ്ട് എനിക്ക് ആകെ ഒന്ന് കാണാൻ പറ്റി. എന്റെ ചെറുപ്പകാലത്തെ ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടോ നീ? അല്ല, അന്നത്തെ ചെറുനാരങ്ങ ഞാൻ എങ്ങനെ കാണാനാ? ഇന്നത്തെ തേങ്ങയുടെ വലിപ്പം വരും. അപ്പൊ കുഴഞ്ഞു പോവല്ലോ. അങ്ങനെ പിഴിയാൻ. അതൊക്കെ ഒരു കാലം. അത് ശരിയാ സ്വാമി. എന്റെ അച്ഛൻ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ കാലിന് ഇത്രയും നീളവും ഇത്രയും വണ്ണം ഉണ്ടായിരുന്നു. എന്ത് മന്ത്. സ്വാമി അത്ര മോശമൊന്നുമല്ല. പുഴു അടിക്കാൻ. നിന്റെ കൂടെ അപ്പോഴേ സ്വാമി എപ്പോഴാ പോണത്? ഗോവിന്ദൻ അറിയാം.
അല്ല എനിക്കറിയാമെങ്കിൽ പിന്നെ സ്വാമിയോട് ചോദിക്കൂ. നിനക്കെന്നടാ ഭഗവാൻ ഗോവിന്ദന് ആ ആ എല്ലാം ആ ജയപ്രകാശ് സാർ തീരുമാനിക്കുന്ന പോലെ നടക്കും. അപ്പോഴേ സ്വാമി ഉം. കാശുണ്ടെങ്കിൽ ഒരു 10 രൂപയും ചെന്നേ. അയ്യോ ചില്ലറ ഇല്ലല്ലോടാ. ഞാൻ മാറ്റിക്കൊണ്ടുവരാ. നോട്ടുമില്ല. ഇതിലും ഭേദം വല്ല ഭിക്ഷക്കാരോടും ചോദിക്കുകയായിരുന്നു. ഏ ഡയനായിട്ട് ഡൈസ് ഫോർ എവിടെ? ഇത് അയ്യോ ഞാൻ തഴഞ്ഞതാ. തഴഞ്ഞതൊക്കെ എടുക്കുന്ന ഒരാളേ ഉള്ളൂ, വിഷ്ണു. എവിടെ കാണട്ടെ? കൈ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡൈസ് ഫോർ ആരെടുത്തു? ആവശ്യക്കാരെടുത്താണ്. കളിക്കാൻ നോക്ക്. ഇല്ല, കളിക്കുന്നില്ല. കൈ കാണിച്ചിട്ട് വച്ചാ മതി. എവിടെ നോക്കട്ടെ? നോക്കി തന്നെ കളിക്കുന്നത്. കൈ വിട. അയ്യോ ആന്റി 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 കൈ നോക്കാൻ പാടില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ആന്റി ആന്റി ചെയ്യണം ആന്റി. എന്താ ആന്റി ഇത്? നോക്ക്, നോക്ക്. ആന്റി ഇതാ. ആന്റി നോക്ക്. ദേ ഡൈസ് ഫോർ. കള്ളക്കളി. കള്ളക്കളിക്കാരോട് കളിക്കാൻ ഞാനില്ല. മാലതി, എന്താ നിന്റെ തലവേദനയൊക്കെ മാറിയോ? മാറി ജയേട്ടാ. എന്തൊരു തണുപ്പ്. ഇന്നാ പൊതിച്ചോ. ഇത് പുതച്ചാ മാറുന്ന തണുപ്പൊന്നും അല്ല. പിന്നെ പിന്നെ താങ്ക് യു. എന്തു പറ്റി? ഞാൻ ഈ തീരെ തടിയുന്ന തിരമാലകളുടെ കഥയോർത്തിരുന്നു പോയതാ. ആന്റി സാഹിത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ശരി ആന്റി. മാലതി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഈ കുട്ടികളായിട്ട് ചുമ്മാ സൈറ്റ് സീയിങ്ങിന് പോയതാ. കുട്ടികളുമായി കറങ്ങാൻ എക്സ്കർഷന് വേണ്ടി വന്നതല്ല നമ്മളിവിടെ. ആ കുട്ടികളായിട്ട് സംസാരിച്ച എന്ത് സംഭവിക്കുന്ന? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ എന്റെ ഇഷ്ടം കൂടെ നോക്കണം. ഞാൻ നിന്റെ ഭർത്താവാണ്. അതെപ്പോഴും ഓർമ്മിപ്പിക്കണമെന്നുണ്ടോ? മാലതി, ഈ കറുത്ത കല്ലുകൾക്ക് മുകളിൽ കാടിനും കടലിനും ഇടയിൽ നമുക്കൊരു കണ്ണാടി മാളിക പണിയാം. എന്നിട്ട് ഉപ്പുവെള്ളവും കുടിച്ച് കഴിയാം. ആ വീട്ടിൽ ഞാനും എന്റെ വിഷ്ണു. അനുരാഗവതി ആനന്ദ പുഷ്പങ്ങൾ വിരിഞ്ഞു പൂക്കളിൽ സോമരസം നിറഞ്ഞു. രാഗവതി അനുരാഗവതി Thank you.
ഒന്നിച്ചും എത്ര നിശീതങ്ങൾ പങ്കുവച്ചു രാഘവതി അനുരാഗവതി ചൊരിയും തോറും നിറയും മധുരം ധമനികൾ തേകുമീ തപ്തദാഹം രാഘവതി അനുരാഗവതി രതിലോലലോലയാം ഉന്മാദിനി ഉണരും മതകരലഹരിയിലായിരം അനംഗ പുഷ്പങ്ങൾ വിരിഞ്ഞു പൂക്കളിൽ സോമരസം നിറഞ്ഞു രാഘവതി അനുരാഗവതി നമ്മുടെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിക്കുന്നില്ല. ഇത്ര ഗൗരവക്കാരനെ എങ്ങനെ വളച്ചോന്നാ പലരും ചോദിക്കുന്നത്. മാലതി എന്ത് പറഞ്ഞു? പുറമെ കരിവീട്ടിയാണെങ്കിലും ഉള്ളു റോസാപ്പൂ പോലെയാണെന്ന് എനിക്കല്ലേ അറിയൂ. മാലതി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ആദോ ഇവും നമ്മളെപ്പോലെ ഇത്ര സന്തോഷത്തോടെ ജീവിച്ചാണില്ല. ഒരുത്തനെ കൂടെ സൃഷ്ടിക്കാൻ ദൈവത്തിന് തോന്നായിരുന്നത് അവരുടെ ഭാഗ്യം, അല്ലെങ്കിൽ കാണാമായിരുന്നു സ്റ്റാൻഡ്. ആദത്തിന് ഈവന് ഇല്ലായിരുന്നതും നമുക്ക് അല്പം ഉള്ളതുമായി ഒന്നുണ്ട്. എന്താന്ന് പറയാമോ? ബുദ്ധി അല്ല. സ്നേഹം അല്ലേ? അല്ല. പിന്നെ തുണി. ഈ ചിന്ത വിഷ്ണു, 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 എന്താ മോളെ? എന്താ മോളെ? എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ? എന്റെ വിഷ്ണുവിനെ കാണുന്നില്ല ആന്റി. അത്രേ ഉള്ളൂ. ഇപ്പൊ വരും. ഞങ്ങൾ രണ്ടുപേരുടെ കാട്ടി നടക്കുമായിരുന്നു. ഇപ്പൊ വിഷ്ണുവിനെ കാണുന്നില്ല. പ്ലീസ് ആന്റി, എന്റെ കൂടെ ഒന്ന് വരൂ. വിഷ്ണു എന്താ കൊച്ചുകുട്ടിയാ? എനിക്കെന്റെ വിഷ്ണു കൊച്ചുകുട്ടി തന്നെയാ. ഇത്ര വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാ? ജയേട്ടൻ അങ്ങനെ തോന്നിയിട്ടില്ലായിരിക്കും. പക്ഷേ എനിക്ക് ജയേട്ടൻ കൊച്ചുകുട്ടി തന്നെയാ. വിഷ്ണു, വിഷ്ണു, വിഷ്ണു,
விஷ்ணு 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 ஒரு பையன் இது வழி வந்தோம். இந்த பக்கம் தான் போனது. இந்தாமா 5 லிட்டர். பாக்கி தர வேண்டிய பணம் அப்பாவை நாளைக்கு கொடுக்க சொல்லு. சரி அண்ணா. தீ தள்ளி விட என்னடா பொம்பளை முஞ்சிய பாத்துக்கிட்டு. அண்ணா சீக்கிரம் வாங்கண்ணா. என்ன காவேரி, என்னாச்சு? அண்ணா சீக்கிரம் வாங்கண்ணா, சீக்கிரம் வாங்கண்ணா, சீக்கிரம். ஐடியில வந்து பொம்பளைங்களை பையனையப்ப மானம் கெடுக்க பாக்குறான். அதுவா, எனக்கு வேற வேலை இருக்கு. அண்ணா சீக்கிரம் வா. இது பாரு காவேரி, பழனியப்ப பெரிய யஸ்மானோட ஆளு, பெரிய யஸ்மா அந்த சாமினியோட ஆளு. அந்த அம்மா தான் எனக்கு கடவுள். அண்ணா உங்க ஒரே ஒரு தங்கச்சி காவேரி கெஞ்சி கேக்குறேன், வாங்கண்ணா, அவங்கள காப்பாத்துங்க அண்ணா. காவேரி, உனக்கா நான் என் உயிரையும் கொடுக்க தயாரா இருக்கு. 10 பைசா சம்பாதிச்சு உன்னை ஒருத்தங்கிட்ட ஒப்படைச்சதாம்மா எனக்கு மன நிம்மதி. அதுக்காகத்தான் இந்த வேலையெல்லாம் செஞ்சுட்டு இருக்கு. சம்பாதிங்க, நல்லா சம்பாதிங்க. நீங்க சம்பாதிச்சு வரும்போது என் மானத்தை யாராவது கெடுத்துட்டா? காவேரி, அவங்களை விட்டுற பாவோட. அந்த பாவத்தை நாங்க ஏத்துக்கிறேன், நீ போனா. இந்த கருப்பையனோட இதயத்தில் கொஞ்சம் வெறுப்பு இருக்கிறா. அதுல அன்பு பாசம் நிறைய இருக்கு. அதுல உனக்கு சொல்ல புரியாது. இந்த கருப்பையன் நல்லவனுக்கு நல்லவனடா, தெரிஞ்சுக்கோ. வணக்கங்க. எந்த பற்றி மாலதி? நீங்க எல்லாம் பெரிய ஆளுங்க ஐயா. ஆனா உங்களுக்கு தெரியாத ஒண்ணு இருக்கு. இது நாடல்ல, காடு, பட்டிக்காடு. இதுல மனுஷரும் மிருகங்களும் நிறைய இருக்கு. ஆனா மனுஷன் யாரு மிருகம் யாருன்னு சொல்ல முடியாதுங்க. ഇതൊക്കെ പറയാൻ നീ ആര്? இவ அண்ணன் கருப்பையன். ஐயா, நான் ஒண்ணு சொல்றேன். இனிமே இவங்களை தனியா காட்டுக்கு அனுப்பாதீங்க. ഡിപ്പാർട്ട്മെന്റിന് ശമ്പളവും വാങ്ങി റിസർച്ചിനെന്നും പറഞ്ഞു വന്നിട്ട് കാട് നിങ്ങളെ തെണ്ടി നടന്നു. ഡാന, விஷ்ணு பாத்தியா? என்னம்மா என்னம்மா, நான் உன்னை எங்கெல்லாம் தேடுறது? அந்த கோந்தனை கூப்பிட்டாச்சு இப்போ. அப்படியா? ஆமா. காவிரி நான் வரேன்.
എല്ലാം എടുത്തിട്ട് പോ വല്ല പോ പോ കാവേരി എനിക്ക് നിന്നെ എന്തിഷ്ടമായെന്നോ அப்படியா എനിക്കും ഉങ്ങളെ ரொம்ப പിടിക്കും ഇതെങ്ങാനും നിന്റെ ചേട്ടൻ അറിഞ്ഞാൽ അവൻ എന്റെ കാത്ത കഴിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഡെഡ് ബോഡി ബോട്ടോണിക്ക് റിസർച്ചിന് കൊടുക്കണം. ഉങ്ക പേരെന്ന? അനന്ത നാരായണ അയ്യർ. அந்த நிறைய ஐயரா? ഡോങ്കി. ഡോങ്കിനാ? ഡോങ്കിനാൽ സുന്ദരിയുടെ ബോട്ടോണിക്കൽ നെയിം. ബൊട്ടാനിയാ? അതിന്റെ പട്ടാണി മാതിരി இருக்குമോ? സത്യമായും ഞാൻ നിന്നെ എതിർക്കുകയല്ല കാവേരി. നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ മുറിവിൽ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ചയെങ്കിലും പുരട്ടി എന്നെ ആശ്വസിപ്പിക്കൂ കാവേരി. உங்களுக்கு വേദനിക്കും. ഞാനിത് സഹിക്കും. നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് കാവേരി.